ഇവിടെ കഴിഞ്ഞ തവണ ഒരു സാധാരണ പൗരനായിരുന്നു. ഇത്തവണ ഈ പൂരത്തിൽ പങ്കെടുക്കുമ്പോൾ MP ആണ്, തൃശ്ശൂരിന്റെ മന്ത്രിയാണ്. എന്തോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ വന്നിരിക്കും. തൽക്കാലം ആരോടും പറയണ്ട. കഴിഞ്ഞ കുറെ വർഷങ്ങൾ, ഏകദേശം ഒരു 4-5 വർഷങ്ങളായിട്ട് തന്നെ ഇതുപോലെ ഒരു സാധാരണ പൗരനായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പൂരം കണ്ടിട്ടില്ല. പൂരം TV-യിൽ തന്നെയാണ് കണ്ടത്. അയ്യോ, ചാനലുകാരുടെ ഇന്നത്തെ അത്താഴം ഞാനായിരിക്കുമോ കർത്താവേ. വെടിക്കെട്ടും എവിടെയോ ദൂരത്തിരുന്ന് അതിന്റെ ശബ്ദം മാത്രമാണ് കേട്ടത്. ഇപ്രാവശ്യം മറ്റു ജനങ്ങൾക്ക് കിട്ടുന്ന അവകാശം പോലെ എവിടെങ്കിലും നിന്ന്, എത്രയും അടുത്ത് നിന്ന്, അല്ലെങ്കിൽ അനുവദിക്കപ്പെടുന്ന അകലത്തിൽ നിന്ന് കാണാനുള്ള ആഗ്രഹമുണ്ട്. അതായത് പുള്ളിക്കാരൻ പകല് ബാറിൽ കയറി 2 വീശ. ഇതൊരു എന്താണ്, തൃശൂർ സമൂഹം നൽകിയ ഒരു അനുഗ്രഹമാണ്. നീ നിന്റെ പണിയൊക്കെ ചുമ്മാ ഇങ്ങനെ സത്യസന്ധത ചോദ്യം ചെയ്തതായി ഞാൻ ഇല്ലാതായി പോയി. ആ അനുഗ്രഹം നുകർന്ന് അനുഭവിക്കാൻ വേണ്ടി. ഇതൊന്നും പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. ഇതിലും വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഡെയിലി പത്രത്തിൽ വായിക്കുന്നത്. അതിന്റെ എല്ലാ ദൃശ്യങ്ങളും ഈ CCTV-ലുണ്ട്. അവസ്ഥ, അതായത് ഒരു MP അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന അവസ്ഥയിൽ പൂരം കാണാൻ കഴിയുന്ന ഏതെങ്കിലും കാലത്ത് ചിന്തിച്ചിട്ടുണ്ട് ഇതിന് മുൻപ്? ഒരിക്കലും വിചാരിച്ചിട്ടില്ല. രാഷ്ട്രീയത്തിലേ വരുമെന്ന് വിചാരിച്ചതല്ലല്ലോ. കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. കൂടുതൽ പേർക്ക് തവണ വെടിക്കെട്ട് കാണാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് താൻ എനിക്കിട്ടൊന്ന് താങ്ങിയതാണല്ലോ. നമുക്ക് വരും കാലങ്ങളിൽ ഒരു ശക്തമായ ഒരു വളരെ അച്ചടക്കത്തോടെ ഭക്തജനങ്ങളായാലും ഇതിന്റെ ആസ്വാദകരായാലും നല്ലൊരു പൂരം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇളവുകൾ കൂട്ടിയെടുക്കാം. ഇത് കൈകാര്യം ചെയ്യണം. അത്ര വലിയ കമ്മീഷനാണ് നോക്കണ്ട. യവന്മാർക്കാനുള്ള ഗട്സ് ഇല്ല. നീ എന്താണ് വിചാരിച്ചത് ഞങ്ങൾ പൊട്ടന്മാരാന്നാ? ലുക്ക് ഉണ്ടെന്നേ ഉള്ളൂ, ഞാൻ വെറും ഊളയാണ്. അത് മനസ്സിലായി.